അനു ഇതുവരെ റെഡി ആയില്ലേ? ഞാൻ ലബൻ ചേട്ടാ, നിങ്ങൾ പൊക്കോ. അതെന്താ? അതെ, ഞാനിപ്പോ വെയിറ്റ് ലോസ് ഡയറ്റിലല്ലേ ഇരിക്കണേ. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തിട്ട് കഴിക്കാനാ? പിന്നെ അത് മാത്രല്ല, അവിടുത്തെ ഓരോന്ന് കാണുമ്പോ എനിക്ക് കഴിക്കാൻ തോന്നും. നീ എണീറ്റ് റെഡി ചെയ്യാൻ വെയിറ്റ് ലോസ് ഡയറ്റിൽ ഇരിക്കുമ്പോ ഒരു ഫംഗ്ഷന് പോയാൽ എങ്ങനെയാ ഭക്ഷണം കഴിക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. വായോ, എണീറ്റ് റെഡി ആവും. ഇപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞു, ഫുഡ് എന്താ കഴിക്കേണ്ടതെന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെയുള്ള ആളുകൾക്ക് എളുപ്പത്തിന് വേഗം ഞാൻ ഫുഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് പീസ് ഫിഷ് എടുത്തിട്ടുണ്ട്, പനീർ എടുത്തിട്ടുണ്ട്, വെജ് സാലഡ്, 2 ടൈപ്പ് ഓഫ് വെജ് സാലഡ് എടുത്തിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റ് കളർഫുൾ ആവും ചെയ്യും. കളർഫുൾ പ്രോട്ടീൻ, വിറ്റമിൻസ്, മിനറൽസ് എല്ലാം കിട്ടുന്ന രീതിയിലുള്ള ഒരു ലഞ്ച് നമുക്ക് ഇതിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻ ലഞ്ച് ടൈം ആണെങ്കിൽ നമുക്ക് തീരെ പേടിക്കാനില്ല കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബോ വളരെ കുറച്ച് മാത്രം എടുക്കുക. അതിൽ റൈസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് അപ്പോ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പ്രോട്ടീനാണ്. അതിന് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ എടുക്കാം, അല്ലെങ്കിൽ പനീർ ആണെന്നുണ്ടെങ്കിൽ പനീർ, അങ്ങനെ ആ രീതിയിലുള്ള കറികൾ മാക്സിമം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഫ്രൈ ചെയ്തത് മാക്സിമം ഒഴിവാക്കണം കേട്ടോ. പിന്നെ ഗുഡ് ഫാറ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഫിഷസ് ഉണ്ടെങ്കിൽ ഫിഷ് എടുക്കാം. പിന്നെ ഫൈബറിന് വേണ്ടി നമുക്ക് വെജ് സലാഡ് ഉണ്ടെങ്കിൽ എടുക്കാം. അങ്ങനെ വയറ് ഒരുപാട് നിറയ്ക്കാത്ത രീതിയിൽ നമുക്ക് കഴിക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മധുരം ആഡ് ചെയ്ത ഐറ്റംസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാം. പ്രോഗ്രാമിന് ഈ വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഉണ്ടാവാം. അതുപോലെ തന്നെ ഡെസേർട്ട് ഐറ്റംസുകൾ, ഐസ്ക്രീംസൊക്കെ ഉണ്ടാവും. അതൊക്കെ തീർത്തും നമ്മൾ ഒഴിവാക്കണം.